വോട്ടർ ഐ ഡി ആധാറുമായി ബന്ധിപ്പിക്കാൻ തീരുമാനം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയും ചേർന്നാണ് ഇത് നടപ്പാക്കുക. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപിച്ച് പ്രതിപക്ഷം രംഗത്തെത്തിയ പശ്ചാത്തലത്തിലാണ് തീരുമാനം. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി. ബൽറാം, ഒരു നിർണായക യോഗത്തിൽ ഉണ്ടായ തീരുമാനമാണോ ഇത്? ക്രമക്കേടുകൾ ഒഴിവാക്കാൻ ഇത് സഹായിക്കും എന്നതാണോ കണക്കുകൂട്ടൽ? അനുജ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് ശേഷം കോൺഗ്രസും ഒപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസും ഉന്നയിക്കുന്ന പ്രധാന ആരോപണമാണ് വോട്ടർ പട്ടികയിൽ ഇരട്ടിപ്പുണ്ട് എന്നും വ്യാജ വോട്ടർ ഐ ഡികൾ ഉണ്ട് എന്നുള്ള ആരോപണവും ഉന്നയിക്കുകയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ വിഷയത്തിൽ പരാതി നൽകുകയും നിയമ പോരാട്ടത്തിന് ഇറങ്ങുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ഉന്നതതല യോഗം വിളിക്കുകയും ഈ വോട്ടർ പട്ടിക അല്ലെങ്കിൽ വോട്ടേഴ്സ് ഐ ഡി ആധാറുമായി ബന്ധിപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തത്. ഈ നിർണായക യോഗത്തിലാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം. വോട്ടർ രേഖകൾ ആധാർ ഡാറ്റാബേസുമായി ബന്ധിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആധാർ വിശദാംശങ്ങൾ നൽകുന്നത് സ്വമേധയാ ആണെന്ന് കാണിക്കാൻ നിയമ മന്ത്രാലയം ഫോം 6B അത് ഭേദഗതി ചെയ്യാനുള്ള തീരുമാനവും ഈ യോഗത്തിൽ എടുത്തിട്ടുണ്ട്. നിയമ മന്ത്രാലയ സെക്രട്ടറി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയും സംയുക്തമായാകും ഈ ബന്ധിപ്പിക്കൽ നടപടി, ലിങ്കിങ് നടപടികൾ പൂർത്തിയാക്കുക. വിവരങ്ങൾ ഇത്തരത്തിൽ പങ്കിടണം എന്നുള്ളത്, വോട്ടർമാർ തങ്ങളുടെ വിവരങ്ങൾ പങ്കിടണം എന്നുള്ളത് നിർബന്ധമല്ല. എന്നാൽ ഇത്തരത്തിൽ വിവരങ്ങൾ പങ്കിടാൻ തയ്യാറാകാത്തവർ അതിൻ്റെ കാരണം ബോധിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളതായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുന്ന നയം എന്നുള്ളത്. 1950 ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 23(4), 23(5), 23(6) എന്നിവയുടെ അനുസരിച്ചാണ് ഈ ഇത്തരത്തിൽ വോട്ടർ ഐ ഡിയും ആധാറും തമ്മിലുള്ള ബന്ധിപ്പിക്കൽ നടപ്പാക്കുക. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വിളിച്ച യോഗത്തിൽ ആഭ്യന്തര മന്ത്രാലയം, നിയമ മന്ത്രാലയം, IT മന്ത്രാലയം അടക്കമുള്ളവയിലെ ഉന്നത ഉദ്യോഗസ്ഥരാണ് പങ്കെടുത്തത്. അല്ലെങ്കിൽ ഈ ലിങ്കിങ് പൂർത്തിയാകുന്നതോടുകൂടി ഇത്തരത്തിലുള്ള ഇരട്ടിപ്പ് ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ കഴിയും എന്ന കണക്കുകൂട്ടലിലാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളത്. അനുജ, അതാണ് ഇപ്പോൾ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപിച്ചുകൊണ്ട് പ്രതിപക്ഷം പലകുറി രംഗത്തെത്തിയിരുന്നു. ഇത്തരം ക്രമക്കേടുകളുണ്ട് എന്നുള്ളത് നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കണ്ടെത്തിയതാണ്. ഇന്നൊരു നിർണായക യോഗം ചേർന്നു. അതിലാണ് വോട്ടർ ഐ ഡി ആധാർ കാർഡുമായി ബന്ധിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട തീരുമാനമുണ്ടായത്.